Hello, say cheers. Wish you all a happy Christmas and a very happy New Year. ക്രിസ്മസ് ഒക്കെ വരികയാണല്ലോ, അപ്പം നമുക്കൊരു പ്ലം കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇത് ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും സോക്ക് ചെയ്യാണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലം കേക്കാണ്. ആദ്യം ഒരു കേക്ക് ടിൻ ബട്ടർ കൊണ്ട് ഗ്രീസ് ചെയ്യണം നന്നായിട്ട്. കേക്ക് ടിൻ്റെ ബേസിൽ ആദ്യം ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കണം. പിന്നെ അതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ബട്ടർ തേച്ച് കൊടുത്തിട്ട് ഈ പാർച്ച്മെൻറ്റ് പേപ്പർ സൈഡും കൂടെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. നമ്മുടെ കേക്ക് സൈഡിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി, പിന്നെ ഒന്ന് പൊങ്ങി വരികയും ചെയ്യും. ഈ കേക്കിൻ്റെ ഹൈറ്റും കുറവാണല്ലോ. ഈ കേക്ക് ആൽക്കഹോളും മുട്ടയൊന്നും ഉപയോഗിക്കാണ്ട് ചെയ്യുന്നതാണ് കേട്ടോ. ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ചലിച്ചെടുക്കണം. അതിനൊരു ബൗൾ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ചല്ലട വെച്ച് കൊടുക്കുക. അതിൽ 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 നുള്ളു ഉപ്പിട്ട് കൊടുക്കുക. ബേക്കിംഗ് സോഡ ഇടേണ്ട ആവശ്യമില്ല അതിൽ. പിന്നെ ഗ്രാമ്പു പൊടിച്ചു വെച്ചിരിക്കുന്നതാണ്, അത് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ചലിച്ച് കഴിഞ്ഞിട്ട് ആ ഗ്രാമ്പൂവിൻ്റെ തരി വല്ലതുണ്ടെങ്കിൽ അത് കളയണം കേട്ടോ. കടായി പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി അതിനെ ഒരു 10-12 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കണം. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിൽ 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്ത് അതിനെ കാരമലൈസ് ചെയ്യണം. കുറച്ചൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുത്താൽ മതി. അത് തന്നെ കളർ മാറി വരും. വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാൻ പാടില്ല കേട്ടോളൂ. നമ്മൾ ഗ്രാമ്പൂവിൻ്റെ പൗഡർ നേരത്തെ പൊടിച്ച് വെച്ചതല്ല, അപ്പം പൊടിക്കുകയാണെങ്കിൽ 1 ടീസ്പൂണൊന്നും ഇടണ്ട കേട്ടോളൂ. അതിന് ഒരുപാട് പിന്നെ കുത്തൽ മണം വരും. അതിന് പകരം 1/4 ടീസ്പൂൺ ഗ്രാമ്പൂവിൻ്റെ പൊടിയും 1/4 ടീസ്പൂൺ നമ്മുടെ ഈ ഗരം മസാലയുടെ പട്ടയില്ലേ, ആ പട്ടയുടെ പൊടിയും ചേർത്തിയാൽ മതി. ഒരു 1/4 ടീസ്പൂൺ ചുക്കുപൊടിയും ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പൊടിച്ച് വെച്ചതായതുകൊണ്ടാണ് ഞാൻ 1 ടീസ്പൂണ് ഗ്രാമ്പൂവിൻ്റെ പൗഡർ മാത്രം ഇട്ടത്. പട്ടയൊന്നും ഞാൻ ഇട്ടിട്ടില്ല. അതും കൂടി ഇട്ട് ഒന്നും കൂടെ നന്നായിരിക്കും. ഈ പഞ്ചസാര നന്നായി കാരമലൈസ് ആകണം, നല്ല ഡാർക്ക് കളർ വരണം. അപ്പം നല്ല ഡാർക്ക് കളർ വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിൽ അടുപ്പ് ഓഫ് ചെയ്തിട്ട് അതിനെ ആറാൻ വെച്ചോളൂ. ഇനി ഒരു മിക്സിംഗ് ബൗൾ എടുത്തിട്ട് അതിൽ 1/4 കപ്പ് വെണ്ണ ഇട്ട് കൊടുക്കും. അതിനെ നമ്മൾ ബീറ്റർ കൊണ്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് അതിലൊരു 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ഒരു 1/2 കപ്പും പിന്നെ ഒരു 1/4 കപ്പും അങ്ങനെ ചേർത്ത് കൊടുത്തത്. ഇനി ഒരു 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുക അതിൽ. എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ട് അതിനെ ബീറ്റർ കൊണ്ട് ബീറ്റ് ചെയ്തിട്ട് ഒരു 1/4 കപ്പ് ഫ്ലേവർ ഇല്ലാത്ത എണ്ണ, 1 ടീസ്പൂൺ വാനില എസൻസും ചേർത്തിട്ട് ഒന്നും കൂടെ അതിനെ മിക്സ് ചെയ്യാം. ബ്ലെൻഡർ ഒരു മീഡിയം സ്പീഡിൽ ഓട്ടിച്ചാൽ മതി. ഇതെല്ലാം നന്നായിട്ടൊന്ന് ബ്ലെൻഡായ ശേഷം നമ്മൾ ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിൽ ചേർത്ത് കൊടുക്കണം. ആ ചലിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ചേർത്ത് കൊടുക്കണം. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി അതിലേക്ക് നമ്മൾ ഈ കാരമലൈസ് ചെയ്ത് വെച്ച ഷുഗർ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഒരു മിക്സിംഗ് ബൗൾ എടുത്ത് അതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർത്ത് കൊടുക്കുക. ആദ്യം കുറച്ച് കറുത്ത മുന്തിരിങ്ങ ചേർത്ത് കൊടുക്കണം. ഈ കറുത്ത മുന്തിരിങ്ങ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മെയിനായിട്ടുള്ളൊരു സംഭവമാണ് പ്ലം കേക്കിൽ. 2 ടേബിൾ സ്പൂൺ ഓറഞ്ച് ജസ്റ്റ് ചേർക്കുന്നുണ്ട്. ഇത് ഓറഞ്ചിൻ്റെ തൊലി പഞ്ചസാര പാവിൽ തിളപ്പിച്ച് എടുത്തതാണ്. ഇത് കേക്കിൻ്റെ സാധനങ്ങൾ കിട്ടില്ല, ആ കടയിൽ കിട്ടും. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർക്കണം. പിന്നെ നമ്മുടെ ബ്രൗൺ കളറിലുള്ള ഉണക്ക മുന്തിരിങ്ങ ചേർത്ത് കൊടുക്കണം. പിന്നെ കുറച്ച് ഡേറ്റ്സ് മുറിച്ചത്, ഉണങ്ങിയ ഡേറ്റ്സ് ആണ് കേട്ടോ. പിന്നെ കുറച്ച് ബദാം മുറിച്ചതും ചേർത്ത് കൊടുക്കുക. ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് ആവശ്യമനുസരിച്ച് ചേർക്കാം, പക്ഷേ പിശിക്കാതെ ഇരിക്കൂട്ടുള്ളൂ ഇതിൽ. എന്ന് വെച്ചാൽ അതിൻ്റെ സ്വാദ് തന്നെ ഈ ഫ്രൂട്ട്സ് ഒക്കെയാണ്. പിന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി, ഇത് കുറച്ചുകൂടെ എടുക്കാം, എൻ്റെ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ.
ഇനി കുറച്ച് ചെറി ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇത് മിക്സ് ചെയ്തിട്ട് കേക്കിൻ്റെ മാവിൽ ചേർത്തുമ്പോൾ ഇതങ്ങോട്ട് താന്ന് പോവാതിരിക്കും, അല്ലെങ്കിൽ എല്ലാം അടിയിൽ താന്ന് പോയി കിടക്കും. ഇനി ഇതിനെ നമ്മൾ കേക്കിൻ്റെ ബാറ്ററിൽ കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്യാം. മാവ് ഈ പരുവത്തിലുണ്ടാകണം. ഇനി ഈ മാവിനെ നമ്മൾ കേക്ക് ടിന്നിൽ ഒഴിച്ചു കൊടുക്കണം. ഈ മാവ് ഇതുപോലെ കട്ടിയായിട്ട് തന്നെ ഉണ്ടാകുക കേട്ടോളൂ. അതുകൊണ്ട് തന്നെ സാധാരണ കേക്കിനെക്കാട്ടിലും ഒരുപാട് സമയം പിടിക്കും ഇത് ബേക്ക് ചെയ്തെടുക്കാൻ. മുകളിലൊക്കെ ഒന്ന് നമ്മൾ നന്നായിട്ട് നിരപ്പാക്കി കൊടുക്കണം. എന്നിട്ട് ഈ കേക്ക് ടിൻ നല്ലോണം ഒന്ന് ടാപ്പ് ചെയ്യണം. അപ്പോൾ ഒന്ന് നിരപ്പാകുകയും ചെയ്യും. ഉള്ളിൽ എയർ ബബിൾസ് ഒക്കെ വല്ലതും ഉണ്ടെങ്കിൽ അത് മാറുകയും ചെയ്യും. ഇനി ഡെക്കറേഷന് വേണ്ടി ഇതിൻ്റെ മുകളിൽ കുറച്ച് കറുത്ത മുന്തിരിങ്ങയും കാഷ്യൂസൊക്കെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ഇതിനെ നമ്മൾ ആ കടായി പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടില്ലേ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കണം. ആദ്യം ഈ കടായിയുടെ ഉള്ളിൽ ഒരു ചെറിയൊരു വാട്ടിയോ എന്തെങ്കിലും വെക്കണം, ഒരു റിങ്ങോ എന്തെങ്കിലും ഇറക്കി വെക്കണം. ഈ കേക്ക് ടിൻ ഡയറക്റ്റായിട്ട് ഈ കടായിൽ മുട്ടാൻ പാടില്ല. തീ നമ്മൾ മീഡിയമിന് ലോൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് വേണം ബേക്ക് ചെയ്യാൻ. ഒരു 1.5 മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടി വരും. 1 മണിക്കൂർ കഴിഞ്ഞ് ഇതുപോലെ കുത്തി നോക്കുക. അപ്പോൾ അത് ഇങ്ങനെ ക്ലീനായി വന്നാണെങ്കിൽ ആയി എന്നർത്ഥം. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ വെക്കുക. പിന്നെ നമ്മൾ ഒന്നും കൂടെ ഇതുപോലെ കുത്തി നോക്കുക. 1.25 മണിക്കൂറായപ്പോൾ എൻ്റെ കേക്ക് ബേക്കായി. അങ്ങനെ കുത്തി നോക്കിയപ്പോൾ ക്ലീനായിട്ട് വന്നു. അപ്പോൾ നമ്മൾ കേക്കിനെ കടായിൽ നിന്ന് മാറ്റി വെളിയിൽ വെക്കണം. ഇപ്പോൾ ഞാൻ കുത്തി കാണിച്ചു തരാം. നോക്കൂ, ക്ലീനായിട്ട് വന്നിട്ടുണ്ടോ? കണ്ടു? അപ്പോൾ കേക്ക് ബേക്കായി എന്നർത്ഥം. ഇനി ഒരു നനഞ്ഞ തുണി കൊണ്ട് അതിനെ കുറച്ച് നേരം അടച്ച് വെക്കുക, ഒന്ന് തണുക്കാനായിട്ട്. കേക്കൊന്ന് ആറിയ ശേഷം നമ്മൾ ഇതുപോലെ ഒരു പ്ലേറ്റിൽ അതിനെ കമത്തിയിട്ട് ഡിമോൾഡ് ചെയ്തെടുക്കണം. ആ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് ഇനി അതിനെ മുറിച്ച് കഴിക്കാം. നമ്മൾ ആ പഞ്ചസാര കാരമലൈസ് ചെയ്യുമ്പോൾ കുറച്ച് ഡാർക്ക് കളർ ആക്കുമ്പോഴാണ്, അത് കരിഞ്ഞു പോകരുത് കേട്ടുള്ളൂ, കുറച്ച് ഡാർക്ക് കളർ ആക്കുമ്പോഴാണ് ഈ കേക്കിന് കളർ ഇങ്ങനെ വരുന്നത്. മുറിച്ച് കഴിയുമ്പോൾ നമ്മുടെ കേക്ക് ഇതുപോലെ ഉണ്ടാവും. ഞാനിവിടെ ഗ്രാമ്പൂവിൻ്റെ പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രാമ്പൂ, പട്ട, ഏലക്ക, ചുക്ക് ഇതെല്ലാം പൊടിച്ചിട്ട് 1/4 സ്പൂൺ വീതം എല്ലാം ഇട്ടാൽ മതി. അതൊന്നും കൂടെ നന്നായിരിക്കും. അപ്പോൾ ഇഷ്ടമായ ഈ കേക്ക് ഉണ്ടാക്കി നോക്കിക്കോളൂ. താങ്ക് യു. ബൈ.